ഈ കൂട്ടായ ആത്മീയ യാത്ര ആരംഭിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പഠിപ്പിക്കലുകളുടെ കാതലായ അനുകമ്പ, സമത്വം, സ്നേഹം എന്നിവയുടെ കാലാതീതമായ മൂല്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഐക്യത്തിൻ്റെ ആത്മാവിൽ നമുക്ക് അതിരുകൾ മറികടന്ന് നമ്മുടെ സാംസ്കാരിക ഘടനയെ സമ്പന്നമാക്കുന്ന വൈവിധ്യത്തെ നമുക്ക് ഉൾക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ പ്രസംഗിച്ച എല്ലാവരും തന്നെ ശിവേരി മഠത്തിൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും ദർശനം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ലോകത്തിൽ തന്നെ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ ഇന്ന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതാണെന്നും അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇത് ഏത് രീതിയിൽ നമുക്ക് പ്രാവർത്തികമാക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയാൻ, നമ്മുടെ കൊച്ചു കുടുംബത്തിൽ നിന്ന് അത് ആരംഭിക്കണം എന്നാണ്. നമ്മുടെ കുടുംബം നന്നായാൽ മാത്രമേ നമ്മളെ നാട് നന്നാവൂ. നാട് നന്നായാൽ മാത്രമേ ദേശം നന്നാവൂ. ദേശം നന്നായാൽ രാജ്യം നന്നാവൂ. രാജ്യം നന്നായാൽ ലോകം നന്നാവൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ബിന്ദു അത് ആരംഭിക്കുന്ന കുടുംബമാണ്. ആ കുടുംബം ഏത് രീതിയിൽ നന്നാകണം എന്ന രീതിയാണ് ഗുരുദേവൻ നമുക്ക് ആദ്യമായി പറഞ്ഞു തന്നിട്ടുള്ളത്. അതിലാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്നത് ഇന്ന് നമ്മുടെ ഈ പിന്നോക്ക അവസ്ഥയെ ഏറ്റവും മാറ്റി മുന്നോട്ട് കൊണ്ടുവരുവാൻ നമ്മളെ സാധിക്കുന്ന ഒന്നാണ്. നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടത് കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. പഴയ കാലങ്ങളൊക്കെ നമ്മൾ സ്മരിക്കുക, അതൊക്കെ അറിയണം. നമ്മൾ അറിഞ്ഞത് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തന്നെ നമ്മൾ വിരുമ്പിക്കൊണ്ട് തരുന്നാൽ നമ്മൾ പിന്നോക്കത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു യാത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പ്രവർത്തിച്ചാൽ, നമ്മൾ നല്ല വിദ്യാഭ്യാസം നേടിയാൽ, നമ്മൾ വ്യവസായം ആരംഭിച്ചാൽ, നമ്മൾ ദൈവഭക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് കയറാം. നമ്മൾ സത്യത്തിൻ്റെയും ന്യായത്തിൻ്റെയും പാതയിൽ പോയി കഴിഞ്ഞാൽ നമ്മളായിരിക്കും മുന്നോട്ട് നിൽക്കുന്നത്, മുന്നോട്ടുള്ളവർ എന്നുള്ളത് നമുക്ക് തന്നെ അഭിമാനിക്കാം. അതുകൊണ്ട് പിന്നോക്കം എന്നുള്ള അവസ്ഥ നമ്മൾ മാറ്റി മുന്നോട്ടുള്ള ചിന്ത നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് ആരാണ് മോശക്കാരൻ? ഇന്ന് വേദിയിൽ സംസാരിച്ചാരൊക്കെ പിന്നോക്കാരെന്നല്ലാണ്. പക്ഷെ അവരൊക്കെ ഇന്ന് മുന്നോക്കക്കാരാണ്. നമ്മളെന്തിന് പിന്നോക്കക്കാരാണെന്ന് പറയുന്നത്? അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള മുന്നോക്കത്തിൻ്റെ ഒരു ആത്മീയ ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ മനസ്സിൽ നമ്മൾ പിന്നോക്കക്കാരാണെന്ന് ചിന്തിക്കരുത്. നമ്മൾ മുന്നോക്കക്കാരാണ്. നമ്മൾ പിന്നോക്കക്കാരാൻ ശ്രമിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പൂർവികന്മാർ പിന്നോക്കത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം കുറവുള്ളത് നിന്നിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. നമ്മൾ മുന്നോക്കത്തിൽ വരണം. അതിന് നമ്മൾ ശ്രമിക്കണം. അതിന് ഏറ്റവും പ്രാധാന്യമുള്ളത് വിദ്യാഭ്യാസം തന്നെയാണ്. നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടി വളരുമ്പോൾ, 2-3 കുട്ടികൾ വളരുമ്പോൾ അവർ വിദ്യാസമ്പന്നരാണെങ്കിൽ തീർച്ചയായും അവരുടെ പാരമ്പര്യത്തിൽ, അവരുടെ കാലഘട്ടം വരുമ്പോൾ അവർ ഏറ്റവും മുന്നോക്കത്തിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ ഓരോ കുടുംബത്തിലും നമ്മുടെ വിദ്യാഭ്യാസത്തെ കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ തീർച്ചയായും നമ്മൾ മുന്നോട്ട് തന്നെയായിരിക്കും. നമ്മളായിരിക്കും മുന്നോക്കക്കാർ. ആ മുന്നോക്ക മനോഭാവം നമ്മൾ കൊണ്ടുവരണം. അത് പഴയ ചരിത്രം നമ്മൾ മാറ്റി തീർത്ത് നമ്മൾ മുന്നോക്കക്കാരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് രണ്ടാമത് നമ്മൾ സംഘടനാ ബോധം ഉണ്ടായിരിക്കണം. നമുക്ക് എല്ലാവരും യോജിക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ളവർ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ തന്നെ, അടുത്ത വീട്ടിലുള്ളവരെ നമുക്ക് നമ്മുടെ കുട്ടികൾ അവിടുത്തെ വീട്ടിൻ്റെ വേദനകളും വിഷമങ്ങളും അറിയണം. ഇന്നേത് കുട്ടികളെ സ്വന്തം ഫ്ലാറ്റിൽ നിന്ന് അവിടുത്തെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്ന ഒരു സമ്പ്രദായം, സംസ്കാരം ഇല്ല. അത് മാറ്റണം. നമ്മുടെ കുട്ടികളെ നമ്മുടെ സമീപത്തുള്ള മനുഷ്യന്മാരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കി അവരുടെ ഈ ലോകം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനഃശുദ്ധി, ഒരു മനവിശകലനം അവർക്കുണ്ടായിരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് നമുക്ക് സംഘടനാ ബോധമുണ്ടാകണം.
അതിന് നമുക്ക് ദൈവഭക്തി ഉണ്ടായിരിക്കണം. ഈശ്വരൻ പ്രപഞ്ചത്തിൽ അവാച്യമായ ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ആ ശക്തിയാണ് ദൈവം. നമ്മളിപ്പോൾ ദൈവം ഒന്നുണ്ട്, അത് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ ആ ദൈവം നമ്മൾ പ്രാഥമികമായി കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, ഒരു LKG കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു 1, 2 എന്ന് പറയുമ്പോൾ ഒരു കല്ലെടുത്ത് അല്ലെങ്കിൽ 2 ഒരു വേറെ എന്തെങ്കിലും സാധനങ്ങൾ കാണിച്ചുകൊണ്ട് ഇത് 1, 2, 4 അങ്ങനെ ചേർത്ത് അവരെ പഠിപ്പിക്കും. അല്ലെ വിരലുകൾ 1, 2, 3, 4 പഠിപ്പിക്കും. പക്ഷേ ഒരു 8, 9 എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അവർ പഠിച്ചു കഴിഞ്ഞു. അപ്പം പ്രാഥമികമായ ഒരു ബോധമാണ് ക്ഷേത്രം. നമ്മളെ ആത്മീയ ബോധത്തിൻ്റെ LKG UKG ആണ് ക്ഷേത്രങ്ങൾ. അതാണ് ഗുരുദേവൻ പറഞ്ഞത്. നിങ്ങൾ അതിലേ ഇരിക്കാതെ നിങ്ങൾ വന്ന് വിദ്യാഭ്യാസത്തിൽ ക്ഷേത്രം വേണം, നമ്മളെ ദേവാലയങ്ങൾ വേണം. ദേവാലയങ്ങളാണ് നമ്മളെ അച്ചടക്കത്തിൻ്റെ ഒരു ഘടക ഒന്നാണ്. അപ്പം അതെല്ലാം വേണം. അതേ സമയത്ത് നമുക്ക് നമ്മളെ ഒരു അച്ചടക്ക ബോധം നമുക്കുണ്ടാകണം. നമ്മളൊന്നാണ് എന്നുള്ള രീതി, അതായത് ഞാനും നീയും ഒന്നാണെന്നല്ല. ഇവിടെ വിശദീകരിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, വിശദീകരിച്ച് നമ്മൾ ഒന്നാണെന്നൊരു ബോധം നമുക്കുണ്ടാകണം. സുഹൃത്തുക്കളെ, നമ്മൾ വിദ്യാഭ്യാസത്തിന് പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ 40 കുട്ടികളുണ്ടെങ്കിൽ ഏത് ജാതി നോക്കിയിട്ടാണോ എല്ലാ കാര്യം? ഒരു അധ്യാപകൻ, നല്ല അധ്യാപകൻ 40 പേരും നല്ലപോലെ പഠിപ്പിക്കുന്നു. അവിടെ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ അല്ല. പിന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ചികിത്സിക്കുന്നു, ജാതി നോക്കിയിട്ടാണോ? ഒരു നല്ലൊരു ഡോക്ടറാണെങ്കിൽ എല്ലാ പേഷ്യൻ്റ് അവർക്ക് ജാതിയും മതത്തിലൊന്നുമല്ല. പിന്നെ നമ്മളൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ജാതി അതാന്ന് നോക്കിയിട്ട് ആരങ്ങനെ ശുശ്രൂഷിക്കുക ഇല്ല. അപ്പോൾ നമ്മുടെ ഏത് അപകടത്തിൽ നമ്മൾ ചിലപ്പോൾ സ്വന്തക്കാരും മക്കളെക്കാളും കൂടുതൽ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അപരനായ ഒരാളായിരിക്കും. ആ അപരൻ എന്നാണ് നമ്മളെ സഹായിക്കുക, ആ അവൻ ഏത് സമയത്ത് എന്നെ സഹായിക്കും എന്നുള്ള വിചാരത്തിൽ നമുക്കുണ്ടാകണം. അടുത്ത കുട്ടി എൻ്റെ കുട്ടിയാണെന്നൊരു തോന്നലുണ്ടായിരിക്കണം. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു പ്രകാശരശ്മി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിനെ കണ്ട് അല്ലെങ്കിൽ മനുഷ്യനായി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ പരസ്പരം സ്നേഹിക്കണം. നമ്മളിപ്പോൾ സംഗീതം പാടിയാൽ മാത്രമേ ആ സംഗീതത്തിനെന്ന് പറയാൻ പറ്റൂ. പിന്നെ പ്രസംഗിച്ചാൽ മാത്രമേ പ്രാസംഗികനെന്ന് പറയാൻ പറ്റും. ഒരു നല്ല അധ്യാപകൻ പഠിപ്പിച്ചാൽ മാത്രമേ അറിയാൻ പറ്റും. നല്ല അവൻ സമ്പത്തുള്ളവനാണെങ്കിൽ അത് സമ്പത്ത് ഈ സമൂഹമായിട്ട് പങ്കിടുമ്പോൾ മാത്രമേ സമ്പന്നനാണെന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ അവൻ്റെ ബാഗ് കൊണ്ടുപോയിട്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തുണ്ടെങ്കിലും അത് പരസ്പരം കൈമാറി സമൂഹത്തിന് ഏത് ദൈവം നമുക്ക് തരുന്ന ഓരോ ആനുകൂല്യങ്ങളും അത് നമുക്ക് സമൂഹത്തിന് കാഴ്ചവെക്കാനാണെന്ന് നമുക്ക് ബോധം ഉണ്ടായിരിക്കണം. സമൂഹത്തിൽ ഇന്ന് പ്രകൃതിയെ കണ്ട് നമ്മൾ പഠിക്കണം. ഒരു വാഴ വളരുമ്പോൾ എത്ര ശക്തിയായി വളരുന്നു, അത് കൊല ഇടുമ്പോൾ അത് കിഴിയുന്നു. ഇതാ നിങ്ങൾ എടുത്തോളൂ, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ ഈ പഴം നിങ്ങൾക്ക് തരുന്നു, സമൂഹത്തിന് തരുന്നു. നെല്ല് വളരുന്നുണ്ട്, അതും അവസാനം തല കുലുങ്ങി ഇതാ നിങ്ങൾ എടുത്തോളൂ. അത് മനുഷ്യൻ അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മുടെ സമ്പത്തും ധാന്യങ്ങളും അറിവുകളൊക്കെ സമൂഹമായിട്ട് പങ്കെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് മനുഷ്യനാകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും ഗുരുദേവൻ നമുക്ക് മാർഗനിർദ്ദേശം തന്നിട്ടുള്ളൂ. അതിനുവേണ്ടി നമ്മളെ ശരീരം, ഭക്ഷണം, മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നിവയൊക്കെ വളരെ വൃത്തിയായി, ഞാൻ കൂടുതൽ അതിനെപ്പറ്റി സമയം പോകുന്നില്ല. കാരണം നമുക്ക് ഇന്ന് കൃഷിനെ പറ്റി ഇവിടെ ആരും സംസാരിച്ചില്ല എന്നാ തോന്നുന്നത്. കൃഷി ഇന്ന് ഏത് വീട്ടിലും, ഇന്ന് എല്ലാ വീട്ടിലും 10 സെന്റ് സ്ഥലങ്ങളില്ലാത്ത കേരളത്തിൽ വീടുകളില്ല. അവരെല്ലാവരും ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വാങ്ങിയാൽ അത് അവർക്ക് സമാധാനം ഉണ്ടാകും. എന്തുകൊണ്ടാ 10 സെന്റിൽ ഒരു 5 സെന്റിലെങ്കിലും നമുക്ക് കൃഷി വെച്ചിട്ട് നമ്മളെ കായ്കറി, അന്നത്തെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കൃഷികൾ നമുക്ക് ആ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ശരിക്കും അതിന് നമ്മൾ പ്രവർത്തിക്കണം. അതിന് മനസ്സ് നമുക്കുണ്ടായിരിക്കണം. മനസ്സാണ് ഏറ്റവും ആവശ്യം. നമ്മൾ രാവിലെ നമ്മുടെ ശുദ്ധത്തിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് ഏറ്റവും വലിയ ഒസോൺ എന്ന വാതകം നമുക്ക് കാലത്തിടുന്നു 5 മുതൽ, അതായത് പിന്നെ രാവിലെ 3 മുതൽ 5 വരെ ഏറ്റവും നല്ല വാതകം ഒസോൺ എന്ന വാതകം നമുക്ക് കിട്ടുന്നു. അത് ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഭക്ഷണമേ ആവശ്യമില്ല. അത്രത്തും മുമ്പത്തെ പഴയ ആചാര്യന്മാരൊക്കെ ഒസോൺ ശ്വസിച്ചിട്ടാണ് അന്ന് ഭക്ഷണമേ കഴിക്കാതിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശുചിത്വത്തിൻ്റെ, അതായത് പ്രകൃതി നമുക്ക് തരുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ അനുഭവിക്കാനുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കും. അങ്ങനെ കാഴ്ചപ്പാടുകൾ വിദ്യാഭ്യാസത്തിലും ദൈവഭക്തിയിലും സംഘടനയിലും കൃഷിയിലും പിന്നെ ഇതിലൊക്കെ നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും വിജയിക്കാം. നമ്മളെല്ലാവരും മുന്നോക്കാരായിരിക്കും. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും മുന്നോക്കാരായിരിക്കും. എല്ലാവരും
എല്ലാവരും മുന്നോക്കാരായിട്ട് വരാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ പ്രവർത്തിച്ചാൽ, കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് മുന്നോക്കക്കാരാകാം. നമ്മൾ പിന്നോക്കക്കാരല്ല എന്നൊരു മനോഭാവത്തോടെ നമ്മൾ പ്രവർത്തിക്കാം. നമുക്ക് മുന്നോട്ട് കയറാം. നന്ദി, നമസ്കാരം. അതുകൂടെ തന്നെ അടുത്ത ഈ 24-ാം തീയതി നാളെ തുറക്കുകയാണ്, നാളെ ആരംഭിക്കുകയാണ്. സമത്വ സുന്ദരമായ ഒരു സന്തോഷമുള്ള ഒരു സമൂഹം നമുക്കുണ്ടാകട്ടെ. ഒരു യുദ്ധവും ഉണ്ടാകാതെ, ഒരു അസുഖങ്ങളും ഉണ്ടാകാതെ എല്ലാവരും സന്തോഷകരമായി സമാധാനമായ ഒരു വർഷം പറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. QEL ആൻഡ് QPCC ഹോൾഡിംഗ്സ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ KG ബാബുരാജൻ അവരുടെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അറിവിൻ്റെ ലോകത്തേക്ക് നമ്മെ നയിക്കുന്ന ശിവഗിരിയുടെ പ്രകാശവും വരദാനവുമൊക്കെ ആയിട്ടുള്ള ഈ 91-ാമത്തെ തീർത്ഥാടന ഇതിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിരിക്കുകയാണല്ലോ. അതിന് അധ്യക്ഷത വഹിച്ചിരിക്കുന്ന നമ്മുടെ മഠത്തിൻ്റെ ആയിരിക്കുന്ന സച്ചിദാനന്ദ സ്വാമിജികൾ, പിന്നെ ഉദ്ഘാടനം നടത്തിയ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി V. മുരളീധരൻ, നമ്മുടെ മഠത്തിൻ്റെ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമിജികൾ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ശ്രീമദ് സൂക്ഷ്മാനന്ദ സ്വാമിജികൾ, മുഖ്യ അതിഥിയായിട്ട് വന്നിരുന്ന ഇവിടുത്തെ MP-യും ശിവഗിരി മഠത്തിൻ്റെ മിക്കവാറുമുള്ള എല്ലാ വേദിയിലും കാണുകയും അതിൽ സഹകരിക്കുകയും ചെയ്യുന്ന അടൂർ പ്രകാശ് MP, കടകംപള്ളി സുരേന്ദ്രൻ MLA, അതുപോലെ നേരത്തെ വന്ന മുഖ്യാതിഥിയായിട്ടുള്ള ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ്, ഇപ്പോൾ പ്രസംഗം നടത്തിയ ശ്രീ ഗോകുലം ഗോപാലൻ, മുരളിയുടെ K. മുരളീധരൻ, മുംബൈയിൽ നിന്ന് വന്ന MI ദാമോദരൻ നേരത്തെ വന്നിട്ട് പോയി എന്നാണ് സ്വാമിജി എന്നോട് പറഞ്ഞത്. ഇനിയും പ്രസംഗിക്കാൻ പോകുന്ന നമ്മുടെ ഡോക്ടർ സുരേഷ് കുമാർ, പിന്നെ കൃതജ്ഞത രേഖപ്പെടുത്താൻ പോകുന്ന നമ്മുടെ ഖജാൻജി ശ്രീമദ് ശാരദാനന്ദ സ്വാമിജികൾ, പിന്നെ വേദിയിലിരിക്കുന്നതും ഉള്ളതും പിന്നെ ആയിട്ടുള്ള നമ്മുടെ തീർത്ഥാടനത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും പറഞ്ഞാൽ വെളിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ബഹ്റിനിൽ നിന്നാണേലും UAE നിന്നാണേലും മറ്റു രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ USA ഒക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാവർക്കും, പിന്നെ ഇവിടെ